അത്തരം മലയാളികൾ ഏറ്റവും അധികം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക എന്ന് പറയുന്നത്. പോകുന്ന ക്ഷേത്രമാണ്. ഇപ്പം ഗാനഗന്ധർവൻ യേശുദാസ് ഓരോ പിറന്നാളിലും അവിടെ എത്തിയാണ് തൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കോവിഡിന് ശേഷമാണ് തോന്നുന്നത് അത് മുടങ്ങിയത്. ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാശിയൊക്കെ പോലെ കൊല്ലൂർ മൂകാംബിക ഇടനാഴി അത് വലിയ വികസന പദ്ധതി വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് മലയാളിക്കും ലോകത്തെമ്പാടുമുള്ള ഭക്തർക്കൊക്കെ വലിയ സഹായമാകും. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് ഈ കൊല്ലൂർ മൂകാംബിക ഇടനാഴി പദ്ധതി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ധനമന്ത്രി അതിനോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇത് ഉടുപ്പി നിന്നുള്ള MP ഉടുപ്പി ജില്ലയിൽ ആണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അപ്പോൾ ഷിമോഗ MP വൈ രാഘവേന്ദ്ര, അതുപോലെ ബൈന്ദൂർ MLA ഗോപിരാജ് ഷെട്ടി ഗാന്ധി ഹോളെ, ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ധനമന്ത്രി നിർമ്മല സീതാരാമന് കണ്ട് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ കൊല്ലൂർ ക്ഷേത്രത്തിലെ പഴയ കാർമ്മികർ ശ്രീകൃഷ്ണ പ്രസാദ അധ്യന്തായ വെങ്കടേഷ് കിണി അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് ഈ വികസന പദ്ധതിയെപ്പറ്റി കേൾക്കുന്നുണ്ട്. ഇത് ശിവമൊഗ്ഗ ലോക്സഭ മണ്ഡലത്തിനും കൂടി താല്പര്യമുള്ള അതെ താല്പര്യമുള്ള കാര്യമാണിത്. അപ്പോൾ ഇത് 1200 കൊല്ലത്തെങ്കിലും പഴക്കം അവകാശപ്പെടുന്ന ശങ്കരാചാര്യരുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. 10,000 ഭക്തന്മാർ ശരാശരി ദിവസവും അവിടെ ചെല്ലുന്നുണ്ട് കൊല്ലൂർ മൂകാംബികയെ തൊഴാനായിട്ട്. പക്ഷേ ആ ഭക്തന്മാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം, പിന്നെ പരസ്പര കണക്ടിവിറ്റി അത് വേണ്ടത്ര ഇല്ല അവിടെ. അത് നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം പോകുമ്പോഴും ഈ റോഡൊക്കെ വളരെ വനപ്രദേശം ആയിരുന്നല്ലോ. അപ്പോൾ വളരെ ചെറുതാണ്. പിന്നെ അവിടെ താമസ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഞാൻ താമസിച്ചിരുന്നത് ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ താമസിച്ചിട്ട് അതിപ്പോഴും പഴയ ശീലം വെച്ചിട്ട് ഉടുപ്പിയിൽ താമസിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. രാവിലെ അങ്ങോട്ട് പോവുക. അവിടെ ചെന്നാൽ പിന്നെ അടികമാരുടെ വീട്ടുകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇപ്പോൾ 1-2 വലിയ ഹോട്ടലുകളും വന്നിട്ടുണ്ട് അവിടെ. പക്ഷെ അതിൻ്റെയൊക്കെ ബുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞു പോകും മുൻകൂട്ടി. അപ്പോൾ അവിടെ ചെന്നിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ മുകളിലേക്ക് കയറുന്ന ആളുകളൊക്കെയാണ് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സൗപർണിക നദി ഉണ്ടല്ലോ അവിടെ, സൗപർണികയുടെ ശുദ്ധീകരണം, ശങ്കരാചാര്യ തീം പാർക്ക്, ശങ്കരാചാര്യരുടെ ജീവിതമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീം പാർക്ക്, പിന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ, പിന്നെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനൽ, തുറമുഖം, ഇതൊക്കെയായിട്ടുള്ള കണക്ടിവിറ്റി, അതൊക്കെയായിട്ട് ബന്ധിപ്പിക്കാവുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, കേബിൾ കാർ മുകളിൽ കൂടി നടന്നു ബുദ്ധിമുട്ടുള്ള. അതെ, ഇതിപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പല തീർത്ഥാടക സങ്കേതങ്ങളിലുമൊക്കെ കേബിൾ കാർ നമ്മൾ കാണാം. ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ. റോഡ് കണക്ടിവിറ്റി, അതായത് റോഡുകൾ മറ്റ് ക്ഷേത്രങ്ങൾ ധാരാളം ആ ഭാഗത്തൊക്കെ ഉണ്ട്. ബൈന്ദൂർ തുടങ്ങിയ കാർക്കല എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്. ഐതിഹ്യമുള്ള പലതരത്തിൽ ഐതിഹ്യമുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടുമൊക്കെയുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളുമായി കൂടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനെ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ പാതകൾ വികസിപ്പിക്കുക, ബീച്ച് വികസിപ്പിക്കുക, വെള്ളച്ചാട്ടം അത് ആ ഭാഗം നന്നാക്കുക, പഞ്ചഗംഗാവാലി പുഴ, ആ പഞ്ചഗംഗാവാലി പുഴ വികസിപ്പിക്കുക, ശുദ്ധീകരിക്കുക, വികസിപ്പിക്കുക, വൃത്തിയാക്കുക,
കൊല്ലൂർ എന്ന് പറഞ്ഞ അതൊരു അത്യാവശ്യം ഒരു വികസിത മേഖലയാക്കി മാറ്റുക. പിന്നെ തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ടൂറിസം, വിനോദസഞ്ചാരം, അതുപോലെ അവിടുത്തെ പരിസ്ഥിതി വികസനം, ഇതൊക്കെ കൂടി ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതിയുടെ വിശദമായിട്ടുള്ള രേഖ ഇവര് നിർമ്മല സീതാരാമന് കൊടുത്തു. ഇതുപോലെ ഇതേ കാര്യം മറ്റേ തമിഴ്നാട് BJP അണ്ണാമല, BJP പ്രസിഡന്റ് അണ്ണാമലയും പലപ്പോഴും ഇതറിഞ്ഞിട്ട് ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്രവുമായിട്ട്. അപ്പോൾ ഇപ്പോൾ കാശിയിൽ ഉജ്ജയിനി, കാളിദാസൻ്റെയൊക്കെ സ്ഥലം, മധ്യപ്രദേശിലെ അയോധ്യ, ഇതിനൊക്കെ വലിയ വികസനവും ഈ കോറിഡോറുകൾ എന്ന് പറഞ്ഞ വലിയ വികസന പദ്ധതികളൊക്കെ വന്നു. അതിനെ മാതൃകയാക്കിക്കൊണ്ടിട്ടാണ് ഈ കൊല്ലൂരിലെ മൂകാംബികയിലേക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇന്ത്യയിൽ ഈ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ കേന്ദ്രം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പിൽഗ്രിം ടൂറിസം, തീർത്ഥാടക വിനോദസഞ്ചാരം. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിന് വലിയ ഈ പിൽഗ്രിം ടൂറിസം വികസനം, രാജ്ഗീർ, പിന്നെ നളന്ദ, ഇതൊക്കെ വികസിപ്പിക്കാനുള്ള വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്യൂട്ടിൻ്റെ വികസനമാണത്. ഗോരഖ്പൂര് അതിൽ സ്വാഭാവികമായിട്ട് ബന്ധപ്പെടും. ബുദ്ധൻ ജനിച്ചത് നേപ്പാളിൽ, അപ്പോൾ ലുംബിനി, അതുമൊക്കെ ആയിട്ട് അത് ഉത്തർപ്രദേശിൽ നിന്ന് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ ബീഹാറിൻ്റെ അയൽ സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ്. അപ്പോൾ അങ്ങോട്ട് പോകാം, അവിടുന്ന് നേപ്പാളിലേക്കും പോകാനായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേപ്പാളിലാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയും അനുകൂല സാഹചര്യങ്ങളാണ്. അതിന് ഒരു ക്ലീനായിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് തയ്യാറാണ് എന്നുള്ളത് അണ്ണാമല പറയുക മാത്രമല്ല, അണ്ണാമല വേറൊരു ഇടനാഴി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തിരുവണ്ണാമലൈ ആയി ബന്ധപ്പെട്ടിട്ടാണ്. തിരുവണ്ണാമലൈ രമണ മഹർഷിയുടെ ആശ്രമം, പിന്നെ മറ്റേ ക്ഷേത്രം, ക്ഷേത്രവും ശിവക്ഷേത്രം വലിയ ക്ഷേത്രമാണ്. രമണ മഹർഷി പോയി തപസ് ചെയ്തിരുന്ന സ്ഥലങ്ങളുമൊക്കെ. അപ്പോൾ ഒരു തിരുവണ്ണാമല ഇടനാഴി തമിഴ്നാട്ടിലേക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമല്ലെങ്കിലും ഇത് ഏതാണ്ട് ഉറപ്പാണ്. മൂകാംബികയുടെ ഈ മൂകാംബികയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റേ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ടുള്ള ശങ്കരാചാര്യർക്ക് വലിയ ബന്ധമാണല്ലോ. ശങ്കരാചാര്യരുടെ തന്നെ ഒരു പ്രതിഷ്ഠ ആയിട്ടാണ് കരുതുന്നത്. കാരണം അതിൻ്റെ രണ്ട് തരം ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ തന്നെ കൊല്ലൂരിലെ തന്നെ ഒരു സന്യാസി മുമ്പ് തപസ് ചെയ്തിരുന്നു. തപസ് ചെയ്തിരുന്നത് ത്രിമൂർത്തിയെയും ത്രിദേവിയെയും ആണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർ പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണോ വരം ചോദിച്ചത് അത് കൊടുത്തു. വരം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിംഗം. അതിൻ്റെ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥമല്ല അത്. ഈ ഒരു പ്രകാശസ്തംഭം എന്നാണ് ലിംഗത്തിൻ്റെ അർത്ഥം. ആത്മീയ പ്രകാശസ്തംഭം, അതാണ്. അതിന് അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ലിംഗത്തിൻ്റെ നടുവിൽ ഒരു രേഖ, ഒരു സുവർണ രേഖ നടുവിൽ അതിന് വിഭജിച്ച് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ഈ ത്രിദേവിയും
മറ്റേ ഭാഗത്ത് ത്രിമൂർത്തിയും. അങ്ങനെ അതാണ് ആദ്യത്തെ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് ആദിശങ്കരൻ അവിടെ വെച്ചിട്ട് ഒരു വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടി. അതായിരുന്നു മൂകാംബിക വിഗ്രഹം. അദ്ദേഹം അത് ഈ ലിംഗത്തിൻ്റെ പിന്നിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ശ്രീകോവിൽ ഉണ്ടായത് മൂകാംബികയുടെ. അപ്പോൾ രാവിലെ സരസ്വതിയായിട്ട്, ഉച്ചയ്ക്ക് ലക്ഷ്മിയായിട്ട്, വൈകുന്നേരം പാർവതിയായിട്ട്, ഇങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ ചെയ്യുന്നത്, പൂജയൊക്കെ നടത്തുന്നത്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിശങ്കരന് സരസ്വതിയെ കേരളത്തിൽ പ്രതിഷ്ഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്ന് സരസ്വതി പറഞ്ഞിരുന്നു. അങ്ങനെ കാട്ടുപ്രദേശത്തോടുകൂടി അദ്ദേഹം മുമ്പിലും പിന്നിൽ സരസ്വതിയായിട്ട് നടന്നിരുന്നു. തിരിഞ്ഞു നോക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ എന്ന് സരസ്വതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കി. അത് കഴിഞ്ഞ് പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോൾ ഈ കാലിലെ ചിലങ്കുകളുടെ ശബ്ദം കേൾക്കുന്നില്ല ദേവിയുടെ. പിന്നെ നോക്കുമ്പോഴാണ് ദേവി ഇല്ല. അപ്പോൾ സരസ്വതി ഈ വാക്ക് തെറ്റിപ്പോയതുകൊണ്ട് സരസ്വതി അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മൂകാംബിക അവിടെ തന്നെ ആയത്. പക്ഷേ ഈ പൂജയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് സരസ്വതി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചോറ്റാനിക്കരയിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും ഈ മൂകാംബികയിലെ നട തുറന്നു കഴിഞ്ഞാൽ ഉടനെയാണ് ചോറ്റാനിക്കരയിലെ നട തുറക്കുന്നത്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വലിയൊരു വികസന പദ്ധതിയൊക്കെ കൊണ്ടുവരുമ്പോൾ അതാണ് അവിടെ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടൊരു തീം പാർക്കും കൂടി ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സത്യത്തിൽ കേരളത്തിനൊരു ഇഴപിരിയാത്ത ബന്ധം മൂകാംബികയായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും മിക്കവാറും ആളുകൾക്ക് അവിടെ പോയി തൊഴുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് MT വാസുദേവൻ നായരുടെ പ്രശസ്തമായ വാനപ്രസ്ഥം എന്നുള്ള കഥയും ആ മൂകാംബികയുടെ. ഈ നമ്മളെ ദേവി വിളിക്കുമ്പോഴാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പോകാൻ പറ്റില്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. അതും വാസ്തവമാണോ? അങ്ങനെ അത് വാസ്തവമാണോ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സമയത്ത് നമ്മുടെ തിരക്കുകളുണ്ട് അത് നടന്നിട്ടില്ല. പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് മൂകാംബികയിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൂകാംബിക യാത്ര എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു പ്രതീക്ഷയാണ് അല്ലേ? അപ്പോൾ അവിടെ ഇത്തരം വികസനങ്ങളൊക്കെ വരട്ടെ. ഇപ്പോൾ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാണ്. ഇപ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണമൊക്കെ മുമ്പൊരു വനക്ഷേത്രമായിരുന്നപ്പോൾ നടന്നുമൊക്കെ പോയിരുന്ന കാലത്ത് ഏതാണ്ട് അത്രയും സൗകര്യങ്ങളൊക്കെ അവിടെയുള്ളൂ. അപ്പോൾ ആ പുഴയൊക്കെ കുറേയും കൂടി വൃത്തിയായി കിട്ടാനും കുറച്ചും കൂടിയൊക്കെ വിസ്തൃതിയിൽ കാണാനും ഒക്കെ ഇടവരട്ടെ. ക്ഷേത്രവും കൂടുതൽ പ്രകാശമാനമാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.